ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷമീസ് ക്രിയേഷൻ. അപ്പം എന്തൊക്കെ കേസ് എല്ലാവരുടെയും വിശേഷം? സുഖമാണല്ലോ അല്ലേ? ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് ചോക്ലേറ്റ് കേക്ക്. ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്ത ആയിട്ടുമില്ലല്ലോ. അപ്പം നമുക്ക് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് സേവ് ചെയ്ത് വെക്കാതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3/4 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറും, ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. 3 പ്രാവശ്യം സേവ് ചെയ്ത് വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം സേവ് ചെയ്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. നമ്മൾ 1 kg ചോക്ലേറ്റ് കേക്കാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 മുട്ട എടുത്തിട്ടുണ്ട്. വലിയ മുട്ട ആയതുകൊണ്ടാണ് ഞാൻ 3 എടുത്തിട്ടുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ 4 എടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്ത് നന്നായി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്നത് പത വന്നാൽ ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ. അത് നന്നായിട്ടൊന്ന് കുറേശ്ശെ ഇട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടുകൊണ്ട് ബീറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിലേക്ക് മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. നല്ല ക്രീമി ടെക്സ്ചറായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്താൽ പിന്നെ അധികം ഒന്നും ബീറ്റ് ചെയ്യേണ്ട കേട്ടോ. ഒരു 1 സ്പീഡിൽ ഇട്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ മതി. നമുക്ക് ഫ്ലോർ ഇതിലേക്ക് കുറേശ്ശെ ഇട്ടുകൊണ്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ വിസ്കോ സ്പാച്ചില വെച്ചിട്ട് മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള പാല് തന്നെ ചേർക്കാം കേട്ടോ. ഇത് ഒരുപാടായിട്ട് കുത്തി ഇളക്കാൻ നിൽക്കരുത്, അപ്പോൾ നമ്മൾ ബാറ്ററൊക്കെ താഴ്ന്നു പോകും. മെല്ലെ വേണ്ട ഫോൾഡ് ചെയ്യാൻ ഞാൻ വീഡിയോ കുറച്ച് സ്പീഡിലാക്കിയെന്നുള്ളൂ. അപ്പോൾ നന്നായി ശ്രദ്ധിച്ചുകൊണ്ട് കുറേശ്ശെ പാലും കുറേശ്ശെ ഫ്ലോറും ഇട്ടുകൊണ്ട് ഇടവിട്ടുകൊണ്ട് വേണം കേട്ടോ മിക്സ് ചെയ്യാൻ. ലാസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫ്ലോറാണ് ആഡ് ചെയ്യേണ്ടത്. ഞാനൊരു 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിവിടെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ബാറ്റർ മുഴുവൻ വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ അതൊരു 30 മിനിറ്റ് ആയപ്പോൾ നമുക്ക് ബേക്കായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് തണുക്കാൻ വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഇവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഐസിങ് ഷുഗറൊക്കെ ചേർക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഐസിങ് ഷുഗറൊന്നും ചേർത്തിട്ടില്ല. ഞാൻ റിച്ച് ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ക്രീമാനൊക്കെ നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് ഐസിങ് ഷുഗർ കൂടി ചേർക്കാണെങ്കിൽ നന്നായി സ്റ്റിഫായി കിട്ടും. അപ്പോൾ നന്നായിട്ട് സ്റ്റിഫായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്താണ് കേട്ടോ. അതൊരു കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചോക്ലേറ്റ് കേക്കാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ക്രീമിലും കുറച്ച് ചോക്ലേറ്റ് മിക്സ് ചെയ്ത് കണ്ടതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും സ്റ്റിഫാണ് കേട്ടോ, എന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഐസിങ് ചെയ്യാൻ പറ്റുക. നമുക്കൊരു കേക്ക് ബോർഡ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇവിടെ കേക്ക് ബോർഡുമ്പോൾ കുറച്ച് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് മിൽക്ക് സിറപ്പാണ് കേട്ടോ ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. ഷുഗർ സിറപ്പല്ല. കുറച്ച് മിൽക്ക് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും ഷുഗറും കൂടി ആഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നന്നായിട്ട് വെട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമില്ലേ, ചോക്ലേറ്റ്സ് ചേർത്തിട്ടില്ലേ, അത് കുറച്ചെടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും എത്തും വിധം നന്ന രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റും കൂടി മെൽറ്റ് ചെയ്തതും കൂടി വെച്ച് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നമ്മളെ കേക്കിന് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അടുത്ത ലെയർ വെച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ സെയിം ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് ലെയർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. എല്ലായിടത്തും ജസ്റ്റ് ഒന്ന് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊരു അരമണിക്കൂർ നേരം ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിന് ശേഷമാണ് ഫൈൻ കോട്ടിങ് ചെയ്യാം. ഞാൻ അരമണിക്കൂർ നേരമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഫൈനൽ കോട്ടിങ് ചെയ്യാം.
കേക്കിൻ്റെ മുകൾ വശത്ത് കുറച്ചധികം വിപ്പിംഗ് ക്രീമൊക്കെ ഇട്ടുകൊണ്ടതുപോലെ നല്ല രീതിയിൽ നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ കേക്കിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ ആവാത്ത ഭാഗത്ത് കൂടെയൊക്കെ നമുക്ക് വിപ്പിംഗ് ക്രീം എടുത്തുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് സ്മൂത്ത് ചെയ്തെടുക്കാം. പിന്നെ ഇതുപോലെ ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്, ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് നമ്മൾ ഡ്രിപ്പ് ചെയ്യുന്ന രീതിയിലാവുമ്പോൾ അങ്ങനെ ഡിസൈൻ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ സൈഡൊക്കെ. പിന്നെ ചോക്ലേറ്റൊക്കെ എടുത്ത് 100 ഗ്രാം ചോക്ലേറ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അതിൽ 50 ഗ്രാം വിപ്പിംഗ് ക്രീം ചേർത്ത് ഒന്ന് ഖനാഷാക്കി എടുത്തതാണ്. അതിൻ്റെ മുകളിൽ ഇതുപോലെ കുറച്ച് ചോക്ലേറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് കേക്ക് ബോർഡ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ആവാത്ത ഭാഗത്തു കൂടെയൊക്കെ ഇതുപോലെ ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേക്കിൻ്റെ മുകളിൽ ഇതുപോലെ ചോക്ലേറ്റൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കേക്ക് നന്നായിട്ട് ഫൈനൽ കോട്ടിങ് കഴിഞ്ഞിട്ട് നല്ലോണം ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നോസിൽ വെച്ചിട്ട് ഞാൻ ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. പൈപ്പിംഗ് ബാഗിൽ ചോക്ലേറ്റ് ഖനാഷ് അപ്ലൈ ചെയ്ത അതേ ഇതിൽ തന്നെയാണ് കേട്ടോ ഞാൻ വിപ്പിംഗ് ക്രീം ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ നമുക്കൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഡിസൈനൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഡിസൈനാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ ബാൾസും കൂടി ഇട്ടുകൊണ്ട് നമുക്കൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എനിക്ക് ഓർഡർ ഉണ്ടായ കേക്കൊന്നുമല്ല, ഞങ്ങളിവിടെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെല്ലാവരും ഞങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയതാണ്. ഞങ്ങളെ വല്യമ്മയാണ് കേട്ടോ, എൻ്റെ ഹസ്ബൻഡിൻ്റെ വല്യമ്മയാണിത്. ഉമ്മക്കൊരു ചെറിയൊരു മധുരം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ എല്ലാവരും പാടൊന്ന് കൂടിയപ്പോൾ അവൻ ഉണ്ടാക്കിയപ്പോൾ ഉമ്മമ്മക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഉമ്മയും ഉപ്പയും നാത്തുമാരൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ മക്കളും ഭയങ്കര രസമായിരുന്നു. എല്ലാവരും വ്ളോഗായിട്ട് ചെയ്യണമെന്നാണ് വിചാരിച്ചിരുന്നു, അതിനൊന്നും പറ്റിയില്ല. രാത്രി അതിനും കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ നല്ല മഴയല്ലേ, അതുകൊണ്ട് അപ്പോൾ വ്ളോഗൊന്നും ചെയ്യാൻ പറ്റില്ല. നല്ല ഫുഡും കാര്യമൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഒക്കെ കഴിച്ചെല്ലാവരും അങ്ങനെ നല്ല സന്തോഷത്തിൽ പിരിയുകയുണ്ടായത്. അപ്പോൾ കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് മറക്കാതെ കമൻറ്റ് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ അതിൻ്റെ പേരെല്ലാം സമയമായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.